എല്ലാവർക്കും നല്ല നമസ്കാരം. ഇത് നമ്മുടെ ഊർജ്ജസ്വലനായിട്ടുള്ള, അതായത് വയസ്സായി കഴിഞ്ഞാൽ അവരെല്ലാവരും ഊർജ്ജം പോയി എന്നാണ് പറയാം. പക്ഷെ ഈ മൂന്ന് പേരും ഇവർക്ക് വയസ്സൊന്നും ആയിട്ടില്ല. ഇതിപ്പോ ഇതിൽ നിൽക്കുന്ന ചന്ദ്രദേവൻ എന്നാണ് ഈ സാറിന്റെ പേര്. അദ്ദേഹം വലിയ സാഹിത്യകാരനും എഴുത്തുകാരനൊക്കെയാണ്. അദ്ദേഹം താമസിക്കുന്ന പോലീസ് സ്റ്റേഷൻ്റെ അടുത്തുള്ള കാട്ടൂസ് അപ്പാർട്ട്മെന്റിലാണ് താമസിക്കുന്നത്. ആൾക്ക് നമ്മുടെ സൗത്ത് ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ കാക്കയുടെ സ്റ്റാച്ചു വെച്ചിട്ടുണ്ടല്ലോ, അവിടുന്ന് ഒരു ഗോൾഡിന്റെ മാല കിട്ടി. നിങ്ങൾക്കറിയാലോ എത്ര രൂപ വരും എന്നുള്ളത്. സംഭവം ആള് മഞ്ഞളിക്കാനൊന്നും പോയില്ല, ആള് കണ്ണ് മഞ്ഞളിക്കാൻ, ആള് തികഞ്ഞ ഗാന്ധിയനാ. അപ്പൊ ചന്ദ്രദേവൻ മാഷ് സംഗതി അത് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു. എത്രയും പെട്ടെന്ന് ഇതിന്റെ ഉടമസ്ഥര് ഇങ്ങനെ മാല പോയിട്ടുള്ള ആളുകൾ ചാലക്കുടി പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടാം. സൗത്തില് എവിടെ നിന്ന്? സൗത്ത് ജംഗ്ഷനിൽ കിട്ടി. സൗത്ത് ജംഗ്ഷനിൽ കിട്ടി. നമ്മുടെ കാക്കയുടെ സ്റ്റാച്ചു അതിന്റെ പരിസരത്തിനാണ് കിട്ടിയത്. അപ്പൊ അത് കിട്ടിയപ്പോ എന്ന് വെച്ചാൽ അത് എനിക്ക് എന്ന് വെച്ചാൽ അവിടെ റോഡിൽ നടുക്ക് റോഡിൽ വെച്ചാൽ കണ്ടത്. കവറിന്റെ ഉള്ളിൽ നിന്ന് ഒരു ചെറിയ തുണ്ട് വെളിയിൽ കണ്ടുള്ളൂ. അപ്പൊ എനിക്ക് സംശയം തോന്നി, ഞാനത് എടുത്തിട്ട് ഞാനത് ആദ്യം നോക്കിയപ്പോൾ എനിക്കത് ഗോൾഡ് ആണോ എന്ന് സംശയം തോന്നി. ഞാനത് കൾച്ചറിയാൻ പോയതാണ്. പിന്നെ എനിക്ക് സംശയം, ഇത് വല്ല നല്ല പാവപ്പെട്ട വല്ല ആൾക്കാരാണെങ്കിൽ അത് അവർക്ക് തിരിച്ചു കൊടുക്കുന്നില്ലേ നല്ലതെന്ന് കണക്കൂട്ടി ഞാനതിനെ കൈവച്ചു. അപ്പം എന്നിട്ട് നോക്കുമ്പോൾ എന്താണെങ്കിലും എനിക്ക് നേരിട്ട് ഒറ്റയ്ക്ക് ഇവിടെ കൊണ്ട് കൊടുക്കുന്നത് എനിക്ക് അത്ര ഇത് തോന്നിയില്ല. അപ്പം ഞാൻ നമ്മുടെ പിന്നെ ചെയർമാനെ വിളിച്ച് വിവരം അറിയിച്ചു. ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, വന്നപ്പോൾ ശരി വന്ന് കൊടുക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം വന്നു. അങ്ങനെ പിന്നെ ഞാൻ സേവന പ്രവർത്തി എന്തുണ്ടെങ്കിലും എവിടെയാണെങ്കിലും ഞാൻ അവിടെ അറിഞ്ഞാൽ ഞാൻ ഓടിയെത്തും. ഇദ്ദേഹത്തിന്റെ പരിപാടികൾ പല പരിപാടികൾക്ക് ഞാൻ പോകാറുണ്ട്. പക്ഷേ എനിക്ക് ഇദ്ദേഹത്തോട് സ്നേഹവും ബഹുമാനവും കുറച്ച് കൂടുതലാണ്. കാരണം പറഞ്ഞാൽ എനിക്ക് അദ്ദേഹത്തെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. കാരണം അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തികൾ അത്രയും നല്ല നല്ല പ്രവൃത്തികൾ, ആ പ്രവൃത്തിയിലൊക്കെ ഞാൻ പങ്കെടുക്കാറുണ്ട്. പക്ഷെ എന്താണെങ്കിലും ഈ സാധനം യഥാർത്ഥ കൈകളിലേക്ക് കിട്ടണമെന്നൊരു വലിയൊരു മോഹം കൊണ്ടാണ് ഞാൻ അതിവിടെ എത്തിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട ചന്ദ്രദേവ് ചേട്ടൻ കഴിഞ്ഞ ദിവസം സൗത്ത് ജംഗ്ഷനിലെ സുരഭി തീറ്റിന് മുൻഭാഗത്തെ റോഡിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു കവർ കിട്ടി. അതിൽ നിന്ന് ഒരു മാല ഉണ്ട് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അതിൽ തന്നെ അദ്ദേഹത്തിന്റെ ഒറ്റ പരിശോധനയിൽ തന്നെ അദ്ദേഹത്തിന് സ്വർണ്ണമാണെന്ന് തോന്നി. അത് യഥാർത്ഥ ഉടമസ്ഥന് തിരിച്ചു കിട്ടണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയിട്ടാണ് നമുക്കത് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞ് ഇന്ന് രാവിലെ അദ്ദേഹം എന്നെ വിളിച്ചത്. തീർച്ചയായിട്ടും അദ്ദേഹം ഒരു ഗാന്ധിയനാണ്, ഒരു സേവാദളിന്റെ ഒരു ഭടനായി പ്രവർത്തിച്ച, ചെറുപ്പത്തിൽ പ്രവർത്തിച്ച ഒരാളാണ്. സത്യസായി ബാബയുടെ ഒരു ശിഷ്യനാണ്. അതുപോലെ തന്നെ എഴുത്തുകാരനാണ്. കലാഭവൻമണി പാർക്കിലേക്ക് ദിവസേന വരുന്ന ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉള്ള ഒരു പ്രിയപ്പെട്ട, എല്ലാ പൊതുകാര്യങ്ങളിലും നല്ല പ്രവർത്തനങ്ങളിലും ഒക്കെ പ്രിയപ്പെട്ട ചന്ദ്രനെ കാണാനായിട്ട് സാധിക്കും. എന്തായാലും അദ്ദേഹത്തിന് ഒരു നല്ല മനസ്സിൽ അത്യാവശ്യം തൂക്കമുള്ള ഒരു സ്വർണ്ണമാലയാണ് കിട്ടിയിട്ടുള്ളത്. അത് ഇന്ന് രാവിലെ പോലീസ് സ്റ്റേഷനിൽ വന്ന് അത് ഏൽപ്പിച്ചിട്ടുണ്ട്. എന്തായാലും സ്റ്റേഷനിൽ അതിന്റെ അന്വേഷണം നടത്തി യഥാർത്ഥ ഉടമസ്ഥന് തന്നെ എത്രയും വേഗത്തിൽ തന്നെ കിട്ടണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം. അപ്പം ഈ ചന്ദ്രദേവൻ എന്ന് പറഞ്ഞാൽ ഈ നല്ല മനസ്സുള്ള ഈ എന്താ പറയാ ചന്ദ്രദേവൻ ചന്ദ്രബിംബം പോലെ ചന്ദ്രൻ എന്ന് പറഞ്ഞ പ്രകാശമാണ്. അപ്പൊ അതാണ് ചന്ദ്രൻ. എന്തായാലും ആളുടെ നന്മേനെ ഞാൻ കൊടുവേ ശേഖരന് കളകി ഇങ്ങനെ വേണം. ഈ അടുത്ത കാലഘട്ടത്തിലാണ് ഈ മാലകൾ കളഞ്ഞു പോകുന്നതും അത് തിരിച്ചു കൊടുക്കുന്നതും ഒക്കെ സംഭവം. അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോകൾ ചെയ്യണം, തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്തായിരുന്നാലും അത് ഉടമസ്ഥർക്ക് തിരിച്ചു കിട്ടട്ടെ. ചന്ദ്രദേവൻ മാഷിന്റെ ചന്ദ്ര മനസ്സിന്, പ്രകാശപൂരിതമായ മനസ്സ് ഇനിയും പ്രകാശിക്കട്ടെ. നന്ദി, നമസ്കാരം.